നമസ്കാരം. മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സെയിൽസ് ക്ലോസിംഗ് ടിപ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സെയിൽസ് ആയാലും മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ജീവിതത്തിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, കലാരംഗത്തായിക്കോട്ടെ, കായിക രംഗത്തായിക്കോട്ടെ, ബിസിനസ് രംഗത്തായിക്കോട്ടെ, എവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉന്നത വിജയം സാധിക്കുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഉന്നത വിജയത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ വിജയിക്കാത്തതിൻ്റെ കാരണം ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ തന്നെയാണ്. അത് ഒന്ന് എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരേ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഒരു പാട്ട് പാടുന്ന ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കായിക രംഗത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ആക്ടിങ് രംഗത്തായിക്കോട്ടെ, ഏത് മേഖലയായാലും, ഏത് ബിസിനസ്സിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു മേഖല, ആ മേഖലയിൽ കണ്ടിന്യൂസ് ആയി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒന്ന് കണ്ടിന്യൂസ്. രണ്ടാമത്, ചെയ്ത ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ബ്രൂസ്ലി പോലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 1000 അടവ് പഠിച്ചവനെ എനിക്ക് ഒരു ഭയമില്ല, പക്ഷെ ഒരു അടവ് പഠിച്ചവനെ, ഒരു അടവ് 1000 തവണ പ്രാക്ടീസ് ചെയ്തവനെ, റിപ്പീറ്റ് ചെയ്തവനെ എനിക്ക് ഭയമാണ്. അപ്പോൾ റിപ്പീറ്റിന് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്താലും പോരാ, കണ്ടിന്യൂസ് ചെയ്താലും പോരാ, നമ്മൾ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം, അച്ചടക്കം ഉണ്ടാവണം. അത് എല്ലാ സാമ്പത്തികത്തിലായിക്കോട്ടെ, സമയത്തിലായിക്കോട്ടെ, പറയുന്ന വാക്കുകളിലായിക്കോട്ടെ, കാര്യത്തിലായിക്കോട്ടെ, എല്ലാം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യണം. ചെയ്യാൻ പറ്റുന്ന കാര്യം എത്രയേ പറയാൻ പാടുള്ളൂ. പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. ഇങ്ങനെ ഉള്ളൊരു ഇത് ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റും. അതായത് കണ്ടിന്യൂസ് റിപ്പീറ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം ഡിസിപ്ലിനായിട്ട് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.